ആഗോളമായി തന്നെ വിദ്യാഭ്യാസ രംഗം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ സ്കൂൾ തലത്തിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സംഭവിക്കുന്നു. ഒരു വശത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ, മറുവശത്ത് മാനുഷിക തലത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. വിദ്യാഭ്യാസ കേന്ദ്രം ഗുരുകുലത്തിൽ നിന്ന് ടാബ്ലറ്റ് കമ്പ്യൂട്ടറിൽ എത്തുന്നു. കാലാകാലങ്ങളായി നമ്മൾ കണ്ടൻറ് ഡെലിവറിക്കാണ് പ്രാധാന്യം നൽകിപ്പോരുന്നത്. എന്നാൽ പുതിയ ചിന്താഗതി അനുസരിച്ച് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ് പ്രധാനം. അധ്യാപകർ നിർദ്ദിഷ്ട ടെക്സ്റ്റ് ബുക്കിന് പുറത്ത് സഞ്ചരിച്ച് പാഠ്യഭാഗത്തെ സമ്പന്നമാക്കണം. അധ്യാപകൻ്റെ റോൾ ഇൻസ്ട്രക്ടറിൽ നിന്ന് ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ കോ ലേണർ എന്ന നിലയിലേക്ക് ഉയരണം. വിദ്യാർത്ഥികളിലെ ക്രിയേറ്റിവിറ്റിയും ക്യൂരിയോസിറ്റിയും ഉത്തേജിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകണം. പരീക്ഷകളിലെയോ എൻട്രൻസിലെയോ വിജയത്തിലുപരി ഓരോ വിദ്യാർത്ഥിയുടെയും മൊത്തത്തിലുള്ള വളർച്ചയാണ് ആത്യന്തികമായ ലക്ഷ്യം. വിദ്യാഭ്യാസം ഒരു നല്ല അനുഭവമാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയും വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല. സ്വകാര്യ സ്കൂളുകൾ എടുത്താൽ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് വിദ്യാർത്ഥികളെ ഒരുക്കുന്ന ഫാക്ടറികളാണോ എന്ന് സംശയിച്ചു പോകും. അഭിരുചികളില്ലാത്ത ഡോക്ടർക്കും എഞ്ചിനീയർക്കും ശരാശരിയിൽ താഴെ നിലവാരമേ പുലർത്താൻ സാധിക്കൂ. നിലവാരമില്ലാത്ത ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും അവസ്ഥ എന്തായിരിക്കും? വിദ്യാഭ്യാസ വിഷയത്തിൽ ഒരുപാട് അഹങ്കരിക്കുന്ന കേരളം ലോക നിലവാരമുള്ള എത്ര എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും സൃഷ്ടിച്ചു? ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എന്തൊക്കെയാണ് നമ്മുടെ സംഭാവനകൾ? ഇന്ന് ബാങ്ക് ക്ലാർക്ക്, LD ക്ലാർക്ക് പരീക്ഷകൾക്ക് പഠിക്കുന്നവരിൽ ഭൂരിപക്ഷവും എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണ്. അഭിരുചികളില്ലാത്ത എഞ്ചിനീയർമാരല്ലേ ഈ ദുരവസ്ഥയ്ക്ക് കാരണം? കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ് 60%. മെഡിക്കൽ രംഗവും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. വിദൂരമല്ലാത്ത ഭാവിയിൽ കമ്പ്യൂട്ടറുകളുടെ സഹായത്താൽ സാധാരണക്കാർക്കു പോലും രോഗനിർണയം സാധ്യമാകും. സങ്കീർണമായ സർജറികൾ പോലും മനുഷ്യരെക്കാൾ പൂർണ്ണതയോടെ നിർവഹിക്കാൻ റോബോട്ടുകൾക്ക് സാധിക്കും. സമീപകാലത്ത് ഹിന്ദുവിൽ വന്ന ഒരു വാർത്ത ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിരുന്നു. ലണ്ടനിൽ ഒരു ഇന്ത്യൻ ഡോക്ടർ സ്വന്തം തൊഴിൽ ഉപേക്ഷിച്ച് കൂടുതൽ വരുമാനത്തിനായി പ്ലംബർ പണിയിലേക്ക് പോയി. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കിട്ടിയ അമേരിക്കൻ പ്രൊഫസർ ഡോക്ടർ പോൾ ക്രൂഗ്മാൻ്റെ ഒരു ലേഖനം സമീപകാലത്ത് വായിക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സാങ്കേതിക രംഗത്തെ പുരോഗതി മൂലം ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ചവർക്കുള്ള തൊഴിലവസരങ്ങൾ ദിനംപ്രതി കുറയുകയാണ്. എന്നാൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്താൽ കമ്പ്യൂട്ടർവത്കരിക്കാൻ സാധ്യതയില്ലാത്ത മേഖലകളിലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. കരിയറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് ആഗോള ദേശീയ സമ്പദ് വ്യവസ്ഥകളിലെ ചലനങ്ങൾ. ഈ ദിശയിലുള്ള 7 സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ച് പറയാം. ആഗോളവത്കരണം, സാങ്കേതികവിദ്യയുടെ ത്വരിതഗതിയിലുള്ള മാറ്റങ്ങൾ, ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ മാർക്കറ്റ്, ഡെമോഗ്രഫിയിൽ വരുന്ന മാറ്റങ്ങൾ, രാഷ്ട്രങ്ങളും കമ്പനികളും തമ്മിലുള്ള സഹകരണത്തിലെ മാറ്റങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങളിലെ മാറ്റങ്ങൾ, ഉപഭോക്താവിൻ്റെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യവും അതു നൽകുന്ന ശക്തിയും. ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിക്ക് 3 ഘട്ടങ്ങളുണ്ട്. താഴെത്തട്ടിൽ പ്രകൃതി വിഭവങ്ങൾ സംസ്കരിക്കുന്ന ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിൽ ഹൈ വോളിയം മാനുഫാക്ചറിങ്ങിലേക്ക് പോകും. മൂന്നാമത്തെ ഘട്ടത്തിൽ കണ്ടുപിടുത്തങ്ങളിലൂന്നി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാനുഫാക്ചറിങ്ങിൽ മത്സരക്ഷമത നിലനിർത്തിക്കൊണ്ട് കണ്ടുപിടുത്തങ്ങളിലൂന്നിയ വികസനത്തിന് മുൻതൂക്കം നൽകണം. ഇന്ത്യയുടെ തൊഴിലെടുക്കുന്ന ജനസംഖ്യയിൽ 12% തൊഴിൽ വൈദഗ്ധ്യം നേടിയവരാണെങ്കിലും 2% മാത്രമാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സിദ്ധിച്ചത്. ശാസ്ത്രീയമായ കരിയർ ഗൈഡൻസും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളാണ്. ഒരു ഡോക്ടറെപ്പോലെ തന്നെ സമൂഹത്തിന് ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിയാണ് പ്ലംബറും. ഈ സത്യം മനസ്സിലാക്കിയ ചൈന ഓരോ തൊഴിലിലെയും വിദഗ്ധരായവർക്ക് PhD ബിരുദം നൽകി ആദരിക്കാൻ തുടങ്ങി. ഇന്ന്
ഓസ്ട്രേലിയയിൽ ഒരു ഡോക്ടറേക്കാൾ ആവശ്യം പ്ലംബർക്കാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് തൊഴിൽ അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്നത്. ഉണർന്നിരിക്കുന്ന സമയം കൂടുതലും തൊഴിലിലാണ് ചിലവഴിക്കുന്നത്. കരിയറിലെ പരാജയം വ്യക്തിജീവിതത്തെയും ബാധിക്കും. കരിയറിൻ്റെ കാര്യത്തിൽ സമൂഹം ഇന്ന് താൽപ്പര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. കഴിവില്ലാത്ത താൽപ്പര്യം മാത്രമാണെങ്കിൽ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും പരാജയപ്പെടും. അവിടെയാണ് അഭിരുചികളുടെ പ്രസക്തി. ഒരവസരം നൽകിയാൽ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുവാനുള്ള കഴിവിനെയാണ് അഭിരുചി കൊണ്ട് അർത്ഥമാക്കുന്നത്. താൽപ്പര്യങ്ങൾക്കുപരി അഭിരുചികൾക്കായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്. ഒരു കരിയർ കൺസൾട്ടൻ്റ് എന്ന നിലയിൽ ഞാൻ 6 അഭിരുചികളാണ് അളക്കുന്നത്: ലോജിക്കൽ, മെക്കാനിക്കൽ, ന്യൂമറിക്കൽ, ബിസിനസ്, ക്ലറിക്കൽ ആൻഡ് സോഷ്യൽ. ഓരോ കാൻഡിഡേറ്റിനും അവരുടെ ശക്തമായ അഭിരുചികൾക്കിണങ്ങുന്ന കുറേ തൊഴിൽ, വിദ്യാഭ്യാസം ഇവ നിർദ്ദേശിക്കും. അഭിരുചികളില്ലാത്ത വിദ്യാഭ്യാസം മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ധനനഷ്ടവും സമയനഷ്ടവും ഇവിടെ ഒഴിവാക്കാൻ സാധിക്കും. വിദ്യാഭ്യാസവും തൊഴിലും ആസ്വാദ്യകരമാകും. രണ്ടിലും ശരാശരിയിൽ ഉയർന്ന നിലവാരം പുലർത്താൻ സാധിക്കും. കരിയറിലെ വിജയം ആത്യന്തികമായി ജീവിത വിജയത്തിനും കാരണമാകും.